നമസ്കാരം. ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ. ആ വിഷം കുടിച്ച് ഷാരോൺ മരിക്കുന്നു. കേസ് അന്വേഷണം എല്ലാം ആദ്യം ഗ്രീഷ്മയ്ക്ക് അനുകൂലമായിരുന്നു. നിഷ്കളങ്ക കളിയിൽ പാറശാല പോലീസിലെ നായർ മാടമ്പിമാർ വീണു. അങ്ങനെ എല്ലാം കഴിയുമെന്ന് കരുതിയ ഗ്രീഷ്മയെ കുടുക്കി തെളിവുകൾ ഓരോന്നായി പുറത്തെത്തുന്നു. ഷാരോൺ കേസിൽ അമ്മയും അമ്മാവനും ഗ്രീഷ്മയ്ക്കൊപ്പം പ്രതികളായി. വിചാരണയ്ക്കൊടുവിൽ അമ്മയെ വെറുതെ വിടുന്നു. അപ്പോഴും അമ്മാവന് 3 വർഷം തടവ്. ഇതിൽ നിറയുന്നത് കുടുംബ ഗൂഢാലോചനയാണ്. ഗ്രീഷ്മ നായർ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഷാരോൺ നാടാർ വിഭാഗത്തിലും. മകൾ താഴ്ന്ന ജാതിക്കാരനെ കെട്ടുന്നതിലെ ദുരഭിമാനമാണ് അമ്മാവനെ വിഷം വാങ്ങുന്നതിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാണ്. ഇതിനൊപ്പമാണ് മറ്റൊരു കുടുംബത്തിലെ മറ്റൊരു ആത്മഹത്യയും ദുരൂഹമായി തുടർന്നത്. 13 കൊല്ലം മുമ്പായിരുന്നു ആ മരണം. ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനായിരുന്നു ആത്മഹത്യ ചെയ്തത്. അതായത് ഗ്രീഷ്മയുടെ ചേട്ടൻ. ഈ പയ്യൻ അടുത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയെ വിവാഹം ചെയ്തു. അതിനുശേഷം കുടുംബം ഒറ്റപ്പെടുത്തി, സമ്മർദ്ദത്തിലാക്കി. അതിനിടെ 3 കുട്ടികളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ആ യുവാവ് ആത്മഹത്യ ചെയ്യില്ലെന്ന് കരുതുന്നവരുണ്ട്. ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്ന് തെളിയുമ്പോൾ ആ ആത്മഹത്യയും ചോദ്യചിഹ്നമായി മാറുകയാണ് ഇവിടെ. ഗ്രീഷ്മയുടെ വീട്ടിലെ കാരണവർ, അമ്മയുടെ മൂത്ത സഹോദരൻ, എല്ലാം തീരുമാനിക്കുന്നതും ഈ സഹോദരൻ. ഈ സഹോദരന് പുറമെയാണ് രണ്ടാമനായി നിർമ്മലകുമാരൻ നായരുള്ളത്. കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ചേച്ചിയുമുണ്ട്. ഈ ചേച്ചിയുടെയും ഗ്രീഷ്മയുടെ അമ്മയുടെയും കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് ഇതേ മൂത്ത സഹോദരൻ. നിർമ്മലകുമാരൻ നായരും അനുസരിക്കുന്നത് ഈ ചേട്ടനെ. ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായി. ഇതിനെ എല്ലാ അർത്ഥത്തിലും മൂത്ത അമ്മാവൻ എതിർത്തു. ഇതിനെ അവഗണിച്ചാണ് ആ പെൺകുട്ടിയെ യുവാവ് ജീവിത സഖിയാക്കുന്നത്, 3 മക്കളുടെ അച്ഛനുമായി. പക്ഷേ സഹോദരിയുടെ മകന്റെ വിവാഹത്തെ മൂത്ത അമ്മാവൻ അംഗീകരിച്ചില്ല. ഭാര്യയെയും മക്കളെയും വീട്ടിൽ പോലും കയറാൻ അനുവദിച്ചില്ല. അവരെ ഉപേക്ഷിക്കാൻ യുവാവിൽ സമ്മർദ്ദവും ശക്തമാക്കി. ഒടുവിൽ യുവാവ് മരിച്ചു. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം. അതിനെ ആത്മഹത്യയുടെ ലേബലിൽ കുടുംബം എത്തിച്ചു. പ്രണയിച്ച് വിവാഹം ചെയ്ത യുവതിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൽ അന്വേഷണ സമ്മർദ്ദം ചെലുത്താനുള്ള പ്രാപ്തിയും ഇല്ലാതെ പോയി. അങ്ങനെ ആ യുവാവിന്റെ മരണം ആത്മഹത്യയെന്ന് രേഖകളിൽ കുറിച്ചു. ഷാരോൺ കേസിൽ ഗ്രീഷ്മയുടെ വിഷം കൊടുക്കൽ ചർച്ചയാകുമ്പോൾ ആ കേസിലും ദുരൂഹത ശക്തമാണ്. താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്ത സഹോദരി പുത്രനെ അമ്മാവന്മാർ തന്ത്രത്തിൽ വിഷം കൊടുത്ത് കൊന്നതാകാമെന്ന് കരുതുന്നവർ ആ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. ഈ യുവാവിന്റെ ഭാര്യയും പിന്നീട് മരിച്ചു. ക്യാൻസർ ആയിരുന്നു കാരണം. 3 മക്കളിൽ ഒരാളും രോഗത്താൽ മരിച്ചു. മറ്റു 2 പേർ അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത്. സ്വന്തം ചോരയായിട്ടും ഈ കുട്ടികളെ അംഗീകരിക്കാൻ ഗ്രീഷ്മയുടെ അമ്മാവന്മാർ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. ഷാരോൺ മരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ വന്നിരുന്നു. അന്ന് പാറശാലയ്ക്ക് അടുത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുന്ന ഈ കുട്ടികളെ അച്ഛൻ വീട്ടുകാരുമായി അന്ന് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വല്യമ്മയുടെ മകന്റെ മരണവും ദുരൂഹതയുമെല്ലാം ഗ്രീഷ്മയ്ക്ക് അറിയാവുന്നതാണ്. ഇത് മനസ്സിലാക്കിയാണോ അമ്മാവനെ കൂടി കാമുകനെ കൊല്ലാൻ കൂടെ കൂട്ടിയതെന്ന സംശയവും സജീവം. ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ കിട്ടി. അമ്മാവന് 3 കൊല്ലം തടവും. വിചാരണ തടവുകാരനായി ഈ അമ്മാവൻ 1 കൊല്ലം ജയിലിൽ കിടന്നു. അതായത് 2 കൊല്ലം കഴിയുമ്പോൾ അമ്മാവൻ പുറത്തു വരും. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവില്ലെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരിക്കലും അപ്പീൽ നൽകേണ്ട ആവശ്യമില്ല. അന്വേഷണ സംഘത്തിന് നൽകിയ കുറ്റസമ്മത മൊഴിയല്ലാതെ മറ്റൊന്നും അവർ തെളിവ് നശിപ്പിച്ചതിന് പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കോടതിക്ക് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടേണ്ടി വന്നതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. നേരത്തെ 2022 ഓഗസ്റ്റ് 22-ന് ജ്യൂസിൽ വലിയ അളവിൽ പാരസിറ്റമോൾ കലക്കി ഷാരോണിനെ കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നും ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് ആ വധശ്രമം പരാജയപ്പെട്ടതായും കോടതി കണ്ടെത്തി. ഇതിലൂടെ മുൻപും പ്രതി കുറ്റകൃത്യം ചെയ്തതായി കോടതി വിലയിരുത്തി. പരമാവധി ശിക്ഷ നൽകുന്നതിന് കോടതിക്ക് മുൻപിൽ ഇതും പ്രധാന ഘടകമായി. കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പാക്കിയ കുറ്റകൃത്യമാണെന്നും കോടതി കണ്ടെത്തി. ഗ്രീഷ്മ പൈശാചികമായ മനസ്സിന് ഉടമയാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായി അംഗീകരിച്ചെന്നും ഇതാണ് വധശിക്ഷ വിധിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും
വിനീത് കുമാർ കൂട്ടിച്ചേർത്തു. കേരളം കാത്തിരുന്ന വിധിയാണ് ഷാരോൺ കൊലപാതക കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് വിശേഷിപ്പിച്ച കോടതി വധശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു. മാറിയ കാലത്തിനനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചുവെന്നും കോടതി പ്രശംസിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിന് പുറമെ ഷാരോണിന് വിഷം കൊടുത്തുവെന്നതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടി പ്രതി അവലംബിച്ച അതേ മാർഗം തന്നെയാണ് അത് തെളിയിക്കാനും കേരള പോലീസ് സ്വീകരിച്ചത്. വിവര സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഗ്രീഷ്മ ഉപയോഗിച്ചിരുന്നുവെന്ന് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രതി ഗൂഗിളിന്റെയും മറ്റ് സെർച്ച് എഞ്ചിനുകളുടെയും സഹായത്തോടെ കുറ്റം നടപ്പാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ തേടാനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഗ്രീഷ്മയുടെയും ഷാരോണിന്റെയും എല്ലാ ചാറ്റുകളും അന്വേഷണത്തിൽ വീണ്ടെടുത്തു. സ്ലോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഗ്രീഷ്മ റിസർച്ച് നടത്തിയതും അതിന് ഏതൊക്കെ വിഷം ഉപയോഗിക്കാമെന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞതും സെർച്ച് ചെയ്ത ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തതും തുടങ്ങിയതിന്റെ എല്ലാം തെളിവുകൾ പോലീസിന് വീണ്ടെടുത്തു. പിന്നീട് പ്രതിയുടെ വീട്ടിൽ ഷാരോൺ പോയിരുന്നു എന്നുള്ള തെളിവുകൾ ഓരോന്നായി കണ്ടെത്തി. കോടതിയിലെ വാദത്തിനിടയിൽ ഷാരോൺ തന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഗ്രീഷ്മ ഉന്നയിക്കുകയാണെങ്കിൽ അത് പൊളിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. എല്ലാ തെളിവുകളും ശാസ്ത്രീയമായി തന്നെ ശേഖരിച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഈ വിധിയിൽ അകാലത്തിൽ മരിച്ച സ്വന്തം വല്യമ്മയുടെ മകന്റെ ശാപമുണ്ടെന്ന് കരുതുന്ന നാട്ടുകാരും രാമവർമ്മൻ ചിറയിലുണ്ട് എന്നത് ഗ്രീഷ്മ ഇനിയെങ്കിലും ഓർക്കണം. നന്ദി.